അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി ഉമറാക്കൾ, മദ്രസ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വസിക്കുന്ന സമസ്തയുടെ സമസ്ത സ്നേഹികളായ പ്രവർത്തകന്മാർ എല്ലാവരോടും കൂടിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ സമ്പന്നതരായ നേതാക്കന്മാർ ഒരു കുറിയല്ല പല കുറി 100-ാം വാർഷികത്തിൻ്റെ മുൻപ് പ്രശ്നം പരിഹരിക്കും എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 100-ാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണവുമായി ഒരു കാരണവശാലും ഈ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ ഈ ഉലമാ ഉമറ ബന്ധം കെട്ടുറപ്പിനെ ഒരുമിച്ച് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഒരു മദ്രസ മാനേജ്മെൻറ്റും ഇതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അവരുടെ കാര്യങ്ങൾ അവരെന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ മട്ടത്തിന് നടക്കുന്നുണ്ട്, അതിനൊരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. ഈ പാവങ്ങളായ ഉമറാക്കൾ അതിനോട് സഹകരിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 100-ാം വാർഷികത്തിൻ്റെ മുന്നേ പരിഹരിക്കുമെന്ന് നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർ പറഞ്ഞിട്ട് അതിനൊരു ഫലവും ഇതേവരെ കിട്ടിയിട്ടില്ല എങ്കിൽ കൃത്യമായി തന്നെ ഈ ഫണ്ട് സമാഹരണങ്ങളുമായി 100-ാം വാർഷികത്തിന് മുന്നോട്ടുള്ള പോക്കുമായി ഒരു കാരണവശാലും സഹകരിക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. വേണ്ടി വരികയാണെങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഫണ്ട് സമാഹരണം അവിടെ നിൽക്കട്ടെ. പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം മതി നമ്മുടെ സഹകരണം സാമ്പത്തികമായിട്ട് എന്നും ശാരീരികമായിട്ട് എന്നുകൂടി വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പാണക്കാട് സാദാത്യങ്ങളും നമ്മുടെ മഹാന്മാരായ സമുന്നതരായ നേതാക്കന്മാരും ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും കാട്ടിത്തന്ന പാതയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതിന് അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. അതിനുള്ള വഴി എന്നാണോ തെളിയുന്നത് അന്ന് മാത്രം സഹകരിച്ചാൽ മതിയെന്ന് വിനയത്തോടെ എൻ്റെ സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാ ഉമറാക്കളോടും മദ്രസ മാനേജ്മെൻറ്റ് ഭാരവാഹികളോടും എല്ലാ പ്രവർത്തകന്മാരോടും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവരുടെ കുത്തിത്തിരിപ്പിന് നിന്ന് കൊടുക്കരുത്. ഒരു മാളത്തിൽ നിന്ന് ഒരു പ്രാവശ്യമേ നമ്മളെ പാമ്പ് കടിക്കാവൂ എന്നുകൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.